ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബാംഗ്ലൂർ എത്തിയ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം അമ്മേൻ്റെ മീൻകറിയാണ് ഗൈസ്. ഞാനൊരു ഫിഷർമാൻ്റെ മോളാണ്. അപ്പം നമ്മൾ ചെറുതിലേ തൊട്ട് മീനാണ് തിന്നുന്നതെങ്കിലും അതിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മടുപ്പൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ആ മീൻകറിയും മീൻ പൊരിച്ചും അതിന് വേറെ തന്നെ ഒരു സുഖമല്ലേ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യലുണ്ട്. പിന്നെ ബാംഗ്ലൂർ വന്നേ പിന്നെ നമ്മൾ മീൻ വാങ്ങലേ ഇല്ല കേട്ടോ. മെയിനായിട്ട് ഫ്രഷ് ആയിരിക്കുമോ നല്ലതായിരിക്കുമോ അങ്ങനത്തെ എല്ലാം കുറേ കൺസേൺ. പിന്നെ അതന്നെ മെയിനായിട്ട് ഫ്രഷ് ആയിരിക്കും, സാവി ഉള്ളതല്ലേ, അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് മീൻ വാങ്ങില്ല. അധികം തേങ്ങ പൊട്ടിക്കുന്നതാണ് ഗൈസ്. അധികം നമ്മൾ ചിക്കനെല്ലാം കേട്ടോ വാങ്ങൽ. അപ്പം എനിക്കൊരാഗ്രഹം മീൻ കറി കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട്. കൈക്കിളിയും ചെമ്മീനുമാണ് നമ്മൾ വാങ്ങിയത്. അപ്പം ഞാനിത് എവിടുന്ന വാങ്ങിയെന്ന് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് ഇടുന്നില്ല എന്നുള്ള നിങ്ങളെ പരാതിയും കൂടി ഞാൻ നിർത്തി തരാം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മീൻ കറി അപ്പം എവിടെ വാങ്ങിയെന്നുള്ളത് കാണാം. മൈ അസ്ലി ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിൽ നിന്നാണ് നമ്മൾ മീൻ വാങ്ങിയത് കേട്ടോ. ഇവർ ഓൺലൈൻ, അതായത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. മീൻ 100% ഫ്രഷ് ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിരുന്നു മീൻ. ഞാൻ അപ്പുറം കൊണ്ടുവച്ചിട്ടാണ് ഉള്ളത്. സാവിക്ക് ചിക്കൻ പൊരിച്ചുമ്മി വേണോ ചെമ്മീൻ പൊച്ചുമ്മി വേണോ? ചെമ്മീൻ പൊച്ചുമ്മി വേണോ? ചക്കര അമ്മ വേഗം ഉണ്ടാക്കാട്ടാ. ഓക്കെ പറ. വീഡിയോ എടുക്കുന്ന അമ്മ, സാവിന്റെ വീഡിയോ എടുക്കണ്ടേ? എടുക്കണ എന്നാ ചിരിച്ചേ, എങ്ങനെ ചിരിക്കലേന്ന്? ഓക്കേ. ചെമ്മീൻ പൊരിക്കാനാണ് നമ്മളെ പ്ലാന്. പിന്നെ ഒരു 4 പീസ് മീനും പൊരിക്കാൻ വെച്ചിട്ട് ബാക്കി നമ്മൾ കറിയിലിടാൻ വെച്ച്. എനിക്ക് കറിയത്തെ മീൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഒരു യാഥാർത്ഥ്യം തുറന്നു പറയട്ടെ, ഞാൻ ചെമ്മീൻ പൊരിച്ച മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഗൈസ്. കറിയാക്കുന്നത് ശ്രീയാണ്. ശ്രീക്ക് കറിയാക്കണം ഒരേ നിർബന്ധം. എന്നാ പിന്നെ ആക്കിക്കോട്ടെ, എൻ്റെ അത്ര പണി ഒഴിഞ്ഞു കിട്ടിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെമ്മീൻ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ എന്തെല്ലാം ഇടുന്നു പറഞ്ഞുതരാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു മസാല ഉണ്ടാവൂലേ ചെമ്മീൻ്റെ, ആ മസാലക്ക് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടായത് നമ്മൾ മീനിലും കൂടി ഇട്ട് കൊടുത്തിന് പൊരിക്കാൻ വെച്ച മീനിൽ. പിന്നെ ഈ ചെമ്മീനില്ലേ ഞാനിങ്ങനെ കരിമുരി പോലെ പൊരിക്കലില്ല. ഞാനിങ്ങനെ വെളിച്ചെണ്ണയിൽ ചെമ്മീനിട്ട് പൊത്തി വെച്ചിട്ട് വേവിച്ച് പൊരിച്ചെടുക്കൂല, അങ്ങനെയാണ് ചെയ്യല്. സാവി ഇങ്ങോട്ട് വന്നെ, ഒന്ന് ഓടി വന്നെ. അങ്ങനെ നമ്മള് മീൻകറി റെഡി ആയിട്ടുണ്ട്, പൊരിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഒരു സൊള്ളെല്ലാം കണ്ടാലോ വിചാരിക്കും ഇതെല്ലാം ഞാനാക്കിയതാണ്. ഞാൻ തുറന്നു പറയുന്നതാണെങ്കിൽ കുക്കിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യം സത്യം പറഞ്ഞാൽ ഇല്ല, ആക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോ താല്പര്യമോ ഒന്നുമില്ല, തിന്നാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ശ്രീനെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടാ. എനക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കണം എന്ന് മനസ്സിൽ തോന്നിക്കന്നെ ഞാൻ യൂട്യൂബെല്ലാം നോക്കിയിട്ട് ആക്കും. അങ്ങനെ തീരെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഭയങ്കര ഒരു താല്പര്യം ഇല്ല. അങ്ങനെ കുക്കിംഗ് ഒരു ഹോബി ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ചോറാണോ? പിന്നെ പൊച്ചുമ്മി ഇനി എങ്ങനെ തിന്നലെന്ന് കാണിച്ചു തന്നെ. ഗുഡ് ബോയ്. മതി അഭിനയിച്ച് തിന്ന്. ഞാനും തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഹായ് ഗൈസ്. ഇന്നലെ നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 1 മണിയായി നമ്മൾ ഫുഡെല്ലാം ആക്കിയിട്ട് തിന്നുമ്പോൾ തന്നെ. എന്നിട്ട് പിന്നെ അപ്പടവേ കിടന്നുറങ്ങി, പാത്രമെല്ലാം കഴുകിയിട്ട് എനിക്ക് കഴിയുന്നുണ്ടായിട്ടില്ല. ഈ കുപ്പായത്തിലല്ല കേട്ടോ, ഞാൻ വേറെ കുപ്പായത്തിലാണ് ഉറങ്ങിയത്. ഇപ്പോൾ എണീച്ചിട്ട് ഞാൻ ആദ്യം മാറ്റിയത്, കാരണം നമുക്ക് വെള്ളം എടുക്കാൻ പോകാനുണ്ട്. ഈടാ നമ്മളിങ്ങനെ പൈപ്പത്തെ വെള്ളമൊന്നും കുടിക്കൂല, ഗവൺമെൻറ്റിൻ്റെ വെള്ളമുണ്ട്. ഗവൺമെൻറ്റോ പ്രൈവറ്റോ എനിക്കറിയില്ല. വെള്ളം ഉണ്ടാവും, 5 റുപ്യാണ്, 10 ലിറ്ററിന് 5 റുപ്യ. അപ്പം അങ്ങനെ ഓരോ ക്യാനിലാക്കിയിട്ട് വെള്ളം എടുക്കലാണ്. കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുക. ബാക്കിയുള്ള ആവശ്യത്തിനെല്ലാം പൈപ്പിലുള്ള വെള്ളം തന്നെ. അപ്പോൾ ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ്. ഇന്നലത്തെ മാത്രമുള്ള വ്ളോഗായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിലും കുറേ കണ്ടിന്യൂ ചെയ്തിട്ടില്ലല്ലോ. പകുതിക്കുന്ന വ്ളോഗ് നമ്മൾ നിന്നില്ലേ രാത്രി, ഞാൻ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് എടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ കുറച്ചും കൂടി കാണിച്ചിട്ട് തന്നെ നമ്മളെ വ്ളോഗ് നിർത്താമെന്ന് വിചാരിച്ച്. സാവി താഴെ കളിക്കാൻ പോയിനെ, അവിടെ പിള്ളേരുണ്ട്. സാവി ആ പിള്ളേരെ കളിക്കാൻ പോകും ഗൈസ്. നല്ല പിള്ളേരാണ്, സാവിനെ നല്ലോണം നോക്കും. സാവിനെ ഞാൻ എന്താ കളിക്കാൻ വിടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് താഴെ കളിക്കാൻ പോകുന്നത്. കാരണം ഇത് കണ്ടോ, റോഡാണ്, ആരെല്ലോ വണ്ടിയെല്ലാം വരും. 2 അപ്പാർട്ട്മെന്റിന്റെ ഇടയിലുള്ള റോഡാണ്, എന്നാലും ആൾക്കാരെ വണ്ടിയെല്ലാം വരും ഇങ്ങനെ.
അപ്പം അതുകൊണ്ടല്ല എനിക്ക് പേടി. പക്ഷേങ്കിലും കുഞ്ഞിപ്പൂടെ നിൽക്കുന്നേ ഇല്ല. രാവിലെ ഉറങ്ങി എണീച്ചാലും രാത്രിയെല്ലാം അമ്മ കാഞ്ഞങ്ങാട് പോവാ, നമുക്ക് അച്ഛൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് പോവാ, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് മടുത്തെന്ന് തോന്നുന്നു. നമ്മളിവിടെ റൂമിൽ തന്നെ അല്ല, ആടെ അച്ഛൻ്റെ ഒപ്പം എവിടെയല്ലോ പോകും. ഇവിടെ നമ്മൾ അവൻ എല്ലാ ദിവസവും പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്നാലും പറയും നമ്മ കാഞ്ഞങ്ങാട് പോവാ. ആടെ കുറേ കളിക്കാനുണ്ട്, ഏട്ടൻ്റെ പിള്ളേരുണ്ട്, ചേച്ചീൻ്റെ പിള്ളേരുണ്ട്, അച്ഛൻ്റെ അമ്മനൊപ്പം എവിടെയെല്ലാം പോവാ, കടപ്പുറം കൊണ്ടുപോകും. ഇവിടെ ഈ ഒരു അരമണിക്കൂറേ ഞാൻ താഴെ കളിക്കാൻ വിടും. അത് കഴിഞ്ഞ് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ നമ്മളൊപ്പം കളിക്കലും ജസ്റ്റ് ഫോൺ കൊടുത്ത് അങ്ങനെ തന്നെ ആയില്ലേ. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ലോണം എടുത്ത് 24 മണിക്കൂർ ഇപ്പോൾ കാഞ്ഞങ്ങാട് പോവാ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ബാംഗ്ലൂർ വിട്ടിട്ട് നമ്മളെ പോകേണ്ടി വരുമോ എന്നറിയില്ല ഗൈസ്. അവന് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, അല്ലെ കുഞ്ഞല്ലേ. നോക്കാം. ഞാൻ അവിടെ പ്ലേ സ്കൂളിൽ ചേർത്താലോ ഒന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ ഒരു ദിവസം അങ്ങനെ തന്നെ പോകുമല്ലോ, ഉച്ചവരെയുള്ള ടൈം അങ്ങനെ പോകൂലേ. അപ്പോൾ കുറച്ച് ബിസിയായി എൻഗേജ് ആകുമ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ആള് കുറച്ച് സീനാണ്. എനി ടൈം കരച്ചിലും കാഞ്ഞങ്ങാട് പോവാന്ന് പറച്ചിലുമാണ്. ഇവനെ അരമണിക്കൂർ മാത്രം കളിക്കാൻ വിടേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ തന്നെ നോക്കി നിൽക്കണ്ടേ. അങ്ങനെ താഴെ കളിക്കാൻ വിട്ടിട്ട് റൂമിൽ വന്നിരിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. ഇപ്പോൾ ഓരോ അങ്ങനത്തെ എല്ലാം ന്യൂസല്ലേ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇവൻ കളിച്ച് തീരുന്നവരെ ഞാൻ ഈ ബാൽക്കണിയിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ശ്രീയാണുള്ളതെങ്കിൽ ശ്രീ നിൽക്കും. അതെല്ലാം നമ്മൾ ഓണർ ആൻറ്റി ഇല്ലേ, ഞാനൊക്കെ എന്തെങ്കിലും തിരക്കാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ആണെങ്കിൽ ആ ഓണർ ആൻറ്റി വന്നിട്ട് നിൽക്കും ഇവൻ കളിച്ചിട്ട് വരുന്നവരെ. അവനെ പറഞ്ഞ കാര്യമില്ല, ചെറിയ മോനല്ലേ, അവനിങ്ങനെ കളിച്ച് നടക്കേണ്ട പ്രായമായതിൻ്റെ ഒരു ഇതായിരിക്കും. നമ്മളിപ്പോ എവിടെയാ പോകുന്നേ? എടാ ഇതാരാ മുടിയെല്ലാം ഇങ്ങനെ ഷുട്ടാപ്പിയാക്കി ചിക്കി തന്നെ? ആര്? അച്ഛനോ ചൊക്കുരി. അങ്ങോട്ടല്ല ഇങ്ങോട്ട് പുറത്ത് വാ. അച്ഛ കൊടുത്തു. പ്രാവ്, അയ്യോ ടറസിലുള്ള പ്രാവതാ. പേടിയാവുന്നുണ്ട്. കളിച്ചിട്ട് ഫുള്ള് ചേറായിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ സാവിനെ കുളിപ്പിച്ചിട്ടാണ് കൂട്ടിയത്. ഇവിടുന്നാണ് നമ്മൾ വെള്ളം എടുക്കല്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 ലിറ്ററിന് 5 റുപ്യ അങ്ങനെയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. ഇതാണ് നമ്മളെ കയ്യിലുള്ള 2 ക്യാന്. ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വെള്ളം എടുക്കല്. ഇതുപോലെ അല്ലാണ്ട് കോയിൻ ഇട്ടിട്ട് വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അധികം കോയിൻ കിട്ടാൻ ഭയങ്കര പാടാണ്. 5 റുപ്യേൻ്റെ കോയിൻ ഇട്ടാലേ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് പേ ചെയ്തിട്ട് അങ്ങനെയാണ് വെള്ളം എടുക്കലേ. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വന്ന് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആദ്യം ഉണ്ടായത്. അതായത് നമ്മളെ ഫസ്റ്റത്തെ റൂം ഈ ഒരു ഏരിയയിലാണ് ഉണ്ടായത്. പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ അപ്പുറത്തേക്ക്, അതായത് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ഗൈസ്, ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ വെള്ളം എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കല്ല, അതായത് റൂമിലേക്കല്ല പോയത്. വിശാൽ മാർട്ട് വരെ ഒന്ന് പോകാനുണ്ടായിന്, കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. ഇവിടെ എല്ലാം ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ കിട്ടും കേട്ടോ. ചിലതെല്ലാം 99 റുപ്യ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് തന്നെ അതിശയായി പോവും. സാവി പിന്നെ ഈ ഓടിൽ നേരെ കളിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ വന്നപ്പോൾ അവനൊരു ഡോക്ടർ സെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് പോകുന്ന വഹിക്കാൻ വണ്ടിയിൽ നിന്ന് കളഞ്ഞ് അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. വേറെയും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു ഗൈസ്. വിശാൽ മാർട്ടിൽ വന്നിട്ടുള്ള ഇവിടുത്തെ സാധനത്തിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സാവിന്റെ മാനേജയിലും വർക്കും കൂടി എല്ലാം ഒന്നിച്ചാകുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ കഴിയാത്തത്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങൾക്ക് ഓണക്കോടി വന്ന പോലെ നമുക്കൊരു വിഷുക്കോടിയും സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഗൈസ്, ബൈ.